നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കൊച്ചി ഇൻഫോ പാർക്കിലുള്ള സിനർജിയ മീഡിയ ലാബ്സിന്റെ CSR ഫണ്ടിൽ നിന്ന് ആൽഫ കൊച്ചി സെന്ററിന് 3,30,000 രൂപ ലഭ്യമാക്കുന്നതിനുള്ള കരാറിൽ ഒപ്പുവെച്ചു. കൊച്ചി സെന്ററിൽ നടന്ന ചടങ്ങിൽ സെന്റർ പ്രസിഡന്റ് സുബൈദ റഹീം, സെക്രട്ടറി പ്രൊഫസർ രവി ദിവാകരൻ, ട്രഷറർ തോമസ് വർഗീസ്, വൈസ് പ്രസിഡന്റ് TJ കുര്യൻ, കമ്പനി പ്രതിനിധി മിസ് ദീന എന്നിവർ പങ്കെടുത്തു. ആൽഫ കൊച്ചി സെന്ററിന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സഹായം. ജോയിന്റ് സെക്രട്ടറി സുബൈദ സീദിയുടെ സാന്നിധ്യത്തിൽ സമിതി അംഗവും കൊച്ചി സെന്റർ വൈസ് പ്രസിഡന്റുമായ TJ കുര്യനിൽ നിന്ന് ചെക്ക് ട്രഷറർ തോമസ് വർഗീസ് ഏറ്റുവാങ്ങി. ആൽഫ എടമുട്ടം തറവാട്ടിൽ ആൽഫ ഹോസ്പീസ് ഫാൾ ഓഫ് ഹോപ്പ് ബ്രിക്സ് സ്പോൺസർഷിപ്പ് ക്യാമ്പയിൻ അവലോകന യോഗം നടന്നു. ചെയർമാൻ KM നൂറുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. അഡ്മിനിസ്ട്രേഷൻ മാനേജർ സന്ധ്യ സുജിത്, അക്കൗണ്ട്സ് മാനേജർ ജലജകുമാരി, ട്രസ്റ്റ് ഓഫീസ് സെക്രട്ടറി വിമല വേണുഗോപാൽ, ഹോസ്പീസ് അക്കൗണ്ടന്റ് ജെനി, ഡയാലിസിസ് സൂപ്പർവൈസർ ജിതിൻ ജോർജ്, PRO താഹിറ മുജീബ്, അസിസ്റ്റന്റ് PRO റാഫി പോൾ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആൻ, SAPC സ്റ്റേറ്റ് പ്രോഗ്രാം കോർഡിനേറ്റർ ഫാബിൻ ബേബി, ട്രെയിനിംഗ് കോർഡിനേറ്റർ ദിവ്യ വൈശാഖ്, സീനിയർ നഴ്സ് ബേബി രാജൻ, ഉപാസന ഇൻചാർജ് സാവിത്രി, സോഷ്യൽ വർക്കർ അസ്ന ഇസ്മായിൽ എന്നിവർ പങ്കെടുത്തു. വിഷുക്കണി ഒരുക്കിയും പടക്കങ്ങൾ പൊട്ടിച്ചും കൈനീട്ടം കൊടുത്തും വിഷു ആഘോഷിക്കാനുള്ള ഒരുക്കത്തിലാണ് ലോകമെങ്ങുമുള്ള മലയാളികൾ. ആൽഫ ഡെയിലി ന്യൂസ് എല്ലാവർക്കും ഐശ്വര്യത്തിന്റെയും പ്രതീക്ഷയുടെയും സമാധാനത്തിന്റെയും വിഷു ആശംസിക്കുന്നു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.